ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫ്യൂ ഗുഡ് റെസിപ്പീസ്. ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്നതും കുട്ടികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ളതുമായ മാംഗോ പോപ്സിക്കിളിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തുകൊണ്ടാണ് ഞാൻ മാംഗോ പോപ്സിക്കിൾ ഉണ്ടാക്കുന്നത്. കടകളിൽ നിന്ന് മേടിച്ച് കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല പഴുത്ത മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. നല്ല മധുരമുള്ള മാങ്ങ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇടുന്ന പഞ്ചസാരയുടെ ക്വാണ്ടിറ്റി കുറയ്ക്കാം. ഞാനിവിടെ ഒരു മാങ്ങ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ മാങ്ങ എടുക്കാം. മാങ്ങ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുക. അതിനുശേഷം ചെറിയ ചെറിയ വര ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് സ്കൂപ്പ് ഔട്ട് ചെയ്തെടുത്താൽ മതിയാകും. തൊലിയൊന്നും ചെത്താതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് മാങ്ങ കട്ട് ചെയ്യാം. ഇനി അരിഞ്ഞു വെച്ച മാങ്ങ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല പോലെ തന്നെ വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. കട്ടകളൊന്നും കെട്ടാതെ നന്നായിട്ട് ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മാംഗോ പോപ്സിക്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കണ്ടൻസ് മിൽക്കാണ് വേണ്ടത്. 1 കപ്പ് കണ്ടൻസ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. ഞാനിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കണ്ടൻസ് മിൽക്കാണ്. ബ്രൗൺ ഷുഗർ ഇട്ടിട്ട് ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇതിൻ്റെ കളർ ഇച്ചിരി ബ്രൗൺ കളറായിട്ടുള്ളത്. പാൻ ലോ ഫ്ലെയിമിൽ വെച്ചത് ശേഷം നമുക്കിതിലേക്ക് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ബോയിൽ ആവുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് തിക്കായി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിന് ഇപ്പോൾ കളർ ഏകദേശം ഒന്ന് ചേഞ്ചായിട്ട് വന്നിട്ടുണ്ട്. കണ്ടൻസ് മിൽക്ക് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഷുഗർ പ്രത്യേകിച്ച് ഇടേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി മാങ്ങ നന്നായിട്ട് മധുരമുള്ള മാങ്ങയാണ്. കളറ് ലൈറ്റ് ബ്രൗൺ കളറായിട്ട് മാറിയിട്ടുണ്ട്. ഒന്ന് ബോയിൽ ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള മാംഗോ പൾപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒട്ടും കട്ടകളില്ലാതെ എല്ലാം മിക്സ് വരുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഇച്ചിരി മീഡിയം ഫ്ലെയിമിലേക്കൊന്ന് മാറ്റാം. കണ്ടൻസ് മിൽക്കും മാങ്ങയും ചേർന്ന് കുക്കാവുമ്പോഴുള്ള ഒരു സ്മെല്ല്, അത് നല്ലൊരു സ്മെല്ലാണ്. നന്നായിട്ട് കൊതി വരുന്ന ടൈപ്പുള്ള സ്മെല്ലാണ് കേട്ടോ. ജസ്റ്റ് ബോയിലാവുന്ന സമയത്ത് ഇതിലേക്ക് 2 കപ്പ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ കാച്ചാത്ത പാലാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി വേണം അതനുസരിച്ച് കുറുക്കിയെടുത്താൽ മതി. കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ അത്രയും അങ്ങോട്ട് കുറുക്കേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്ലെയിം ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി കുറുകിയ ശേഷം നിങ്ങൾക്ക് ഇച്ചിരി കൂടി ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തിളപ്പിച്ച പാല് ആഡ് ചെയ്തിട്ട് മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ലിക്വിഡ് പരിപാടിയിൽ നമുക്ക് കിട്ടും. ഞാനിവിടെ ഫ്ലെയിം ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഈ ഒരു സമയത്ത് നമുക്കിതിൻ്റെ മോൾഡ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഞാനിവിടെ ഒരു സിലിക്കോണിൻ്റെ മോൾഡാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ ഇതിൻ്റെ സ്റ്റിക്കൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. അതിനുശേഷം തണുക്കാൻ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ മാംഗോ പൾപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കണ്ടൻസ് മിൽക്ക് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ നിറം ഇച്ചിരി കൂടി ലൈറ്റായിട്ട് നമുക്ക് കാണാം. ഫ്രീസറിലേക്ക് മാറ്റുന്നതിന് മുന്നേ തന്നെ നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലൊക്കെ ഐസിൻ്റെ ക്രിസ്റ്റൽ വന്നിട്ട് കവർ ആയിപ്പോവും. അതുകൊണ്ട് ഞാനൊരു അലൂമിനിയം ഫോയിൽ എടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 5-6 മണിക്കൂർ നമുക്ക് ഫ്രീസറിലേക്ക് മാറ്റാം. ഫ്രിഡ്ജിൻ്റെ കൂളിംഗ് കപ്പാസിറ്റി അനുസരിച്ചിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. നല്ല കൂളിംഗ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി കിട്ടും. അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ് വെക്കേണ്ടി വരും. അപ്പോൾ ഞാനൊരു ഓവർനൈറ്റ് തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് തന്നെ ഫ്രീസായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. സിലിക്കോൺ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കിത് ഡിമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടില്ലേ, വളരെ ടേസ്റ്റി ആയിട്ടുള്ളത്, പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്നതും. അതുപോലെ തന്നെ വെറും 3 ചേരുവകൾ മാത്രം ഉപയോഗിച്ചാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്ത നല്ല വീഡിയോ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.